ഞാൻ വേസ്റ്റിലിട്ട സാധനങ്ങൾ കൊണ്ടുവന്ന് ചരിത്ര വസ്തുക്കളാക്കി എൻ്റെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. പായ്ക്കപ്പലിൽ ഉപയോഗിച്ച റാന്തലാണ്. കപ്പൽ തരകന് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് മെയിനായിട്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ സംസാര വിഷയം. പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറാണ്. അഫ്ഗാനിസ്ഥാനിൽ 1920 മുതൽ ഇറങ്ങിയിട്ടില്ല. നമ്മളെപ്പോഴും ശിശുവാണ്. ഞാനിപ്പോൾ എവിടെ എത്തിയില്ല. ഞാൻ 40 വർഷമായി ഈ ഫീൽഡിൽ. ഇത് കാണാൻ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ്. ഒറ്റത്തടിയിൽ തീർത്ത ആമാടപ്പെട്ടിയ ജർമ്മനിയിലെ പാൽപാത്രമാണ്. എൻ്റെ കൈ കിട്ടിയിട്ട് 22 വർഷമായി. ഈ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ ക്യാമറകളാണ് ആ കാണുന്നത്. ഇത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഒരു പ്രൊജക്ടറാണ്. അത് ഫിലിം ഇങ്ങനെ ഓടുമ്പോൾ നമ്മൾ ചുവരിലടിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ടറായിരുന്നു. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂര് ഈ പുരാവസ്തു ശേഖരത്തിന്റെ വലിയൊരു ശേഖരം എന്ന് വെച്ചാൽ കാലും കൈയും വെക്കാൻ പറ്റാത്ത രീതിയിലൊരു ഹാള് നിറച്ചും പുറത്തും ഒക്കെ പുരാവസ്തു ശേഖരമുള്ള ചൊക്ലിയിലെ നാസറേട്ടന്റെ അടുത്താണ്. നാസറേട്ടൻ ശരിക്കും ഇത് 1982 തുടങ്ങിയല്ലേ? 83 തുടങ്ങിയതാണ് ഈ പരിപാടി. എന്നിട്ട് ഇത്രയും കാലം വീട്ടുകാരൊക്കെ സഹിച്ചു. നാട്ടുകാരും സഹിച്ചു. എല്ലാവരും സഹിച്ചു. ആദ്യമൊക്കെ പറഞ്ഞു വട്ടാണെന്ന്. ഇപ്പൊ മനസ്സിലായി. ഇല്ല, ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ എക്സിബിഷൻ നടത്തുന്നുണ്ട്. വർഷത്തിലൊരു 3 ദിവസം 4 ദിവസം എക്സിബിഷൻ നടത്തും. സ്വന്തമായിട്ട് പന്തലിട്ട് മുറ്റങ്ങളൊക്കെ കംപ്ലീറ്റ് സജ്ജീകരിച്ച് അവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഓരോന്നിന്റെ പേരെഴുതി വെച്ച് ഈ സ്കൂളുകൾ, കോളേജുകൾ, നാട്ടുകാരെയൊക്കെ വിളിക്കും. ഭക്ഷണം കൊടുക്കും ഫ്രീ ആയിട്ട്. കാണാനുള്ള സൗകര്യവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. പോളി പരിപാടി. അങ്ങനെ നമ്മൾ ചരിത്രത്തെ ആൾക്കാരിലേക്ക് ബോധവൽക്കരിക്കുകയാണ്. ഇത് ശരിക്കും വിളക്കാണോ? ഇത് പായ്ക്കപ്പലിൽ ഉപയോഗിച്ച റാന്തലാണ്. പായ്ക്കപ്പലിൽ ഉപയോഗിക്കുന്ന നല്ല കാറ്റ് കോളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. ഇത് കെട്ടുപോകുകയല്ല. ഇത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്നതാണ്. സാധാരണ മണ്ണെണ്ണയല്ല ഇതിന് ഉപയോഗിക്കുന്നത്. കെട്ടുപോകുകയല്ല. ഈ ഇതൊക്കെ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് ഈ രീതിയിൽ ഇതിന്റെ ചരിത്രം പരിശോധിക്കുകയോ അതേ ശരിക്കും ക്യൂരിയോസിറ്റി ഒരു ക്യൂരിയോസിറ്റി തോന്നിയപ്പം ശേഖരിച്ചു തുടങ്ങിയത്? അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു. പിന്നീടാണ് പഠിച്ചത്. അപ്പോഴാണ് ഇത് സീരിയസ് ആയത്. ഞാൻ എൻ്റെ തുടക്കം 1983 കോയമ്പത്തൂർ വെച്ച് 1 രൂപയുടെ ഒരു നാണയം കസ്റ്റമർ എൻ്റെ കടയിൽ കൊണ്ടുവന്ന് തന്നു. ആ നാണയം തറയിൽ വീണ സമയത്ത് ആ നാണയത്തിൻ്റെ ശബ്ദം വ്യത്യാസം കണ്ടതുകൊണ്ട് ഞാൻ എടുത്തു നോക്കി. അപ്പം വില്യത്തിന്റെ 1 രൂപ കോയിനാണ്. ഇത് മാർക്കറ്റിൽ 3000 രൂപ 2800 ഒക്കെ വിലയുണ്ട് അതിന്. 1 രൂപ കോയിൻ, വെള്ളിയുടെ പ്യൂർ വെള്ളിയാണ്. അപ്പൊ അതിലാണ് എൻ്റെ തുടക്കം. അതിപ്പോഴും കയ്യിലുണ്ട്. കപ്പൽ തരകണി. കപ്പൽ തരംഗിണി എന്ന് വെച്ചാൽ കപ്പൽ തരകണി നമ്മള് ചായക്ക് ചോറിനൊക്കെ വിളിക്കുന്ന സമയത്ത് ഇത് അമർത്തിക്കൊണ്ടാണ് ആളുകളെ വിളിക്കുന്നത്. കപ്പലിനകത്ത് ഇത് ശരിക്കും പ്രഷർ കുക്കറാണ്. ഇത് ശരിക്കും പ്രഷർ കുക്കറാണ്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് പ്രഷർ കുക്കറാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇത് ഏത് കാലം? അഫ്ഗാനിസ്ഥാനിൽ 1920 മുതൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മളെ ഇവിടുത്തെ പ്രഷർ കുക്കർ പോലെയല്ല. ഇതിന്റെ ലോക്ക് സിസ്റ്റം ഒക്കെ വളരെ ഗംഭീരമാണ്.